നമുക്ക് ഐ പി കിട്ടി. ഐ പി ഇക്വേഷൻ നമ്പർ 11 കിട്ടി. ഇനി നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ പി. ഓക്കെ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. അത് ഫുള്ളായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഐ ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഐ സി ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഐ ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് ഐ പിയുടെ ടേം വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ എൽ ബൈ ആർ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ഐ. ഇനി നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് സി ആണ്. അപ്പോൾ സിയുടെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ടു ഫൈൻഡ് സി നമുക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 0. അറ്റ് ടി ഈക്വൽ ടു 0 കറണ്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ടി 0 ആകുമ്പോൾ കറണ്ട് 0 ആണ്. ഈ കണ്ടീഷൻ നമ്മൾ ഇക്വേഷനിൽ, ഈ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ടിയും 0 ഐയും 0. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ സി വിൽ ബി സി ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ എൽ ബൈ ആർ. അപ്പോൾ നമുക്കങ്ങനെ സിയുടെ വാല്യൂ കിട്ടി. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യും, ടി ഈക്വൽ ടു 0 ഐ ഈക്വൽ ടു 0. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ സി കിട്ടി. ഇനി ഈ സിയും കൂടെ ഈ കംപ്ലീറ്റ് സൊല്യൂഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഐ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ കറണ്ട് ഐ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി ഇൻറ്റു മൈനസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ എൽ ബൈ ആർ പ്ലസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ എൽ ബൈ ആർ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒരു ആർ എൽ സർക്യൂട്ടിൽ, സിനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ആർ എൽ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ആർ എല്ലിൻ്റെ പ്രോബ്ലം, ആർ എൽ സർക്യൂട്ടിൽ വിത്ത് സിനുസോയിഡൽ ഇൻപുട്ടുള്ള സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലമാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡിറ്റർമൈൻ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ കറണ്ട് വെൻ സ്വിച്ച് ഈസ് ക്ലോസ് അറ്റ് ടി ഈക്വൽ ടു 0. ഇനി ഗിവൺ കണ്ടീഷൻ പി ഓഫ് ടി ഈക്വൽ ടു 100 കോസ് 10 റൈസ് ടു 3t പ്ലസ് പൈ ബൈ ടി. റെസിസ്റ്റർ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 20 ഓം. ഇൻഡക്ടർ എൽ ഈക്വൽ ടു 0.1 ഹെൻറി. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നതാണ് പൈ ബൈ 2. 10 റൈസ് ടു 3t അതാണ് ഒമേഗ ടി. ദെൻ ആർ ഈക്വൽ ടു 20, എൽ ഈക്വൽ ടു 0.1. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ ആവശ്യമുള്ളതുപോലെ നമ്മൾ ഓരോ വാല്യൂസായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ KVL അപ്ലൈ ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതുന്നു. ഓക്കെ, നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. ദെൻ ഐ പി കണ്ടുപിടിക്കുന്നു. ഐ പി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എയും ബിയും കോഎഫിഷ്യൻസ് ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഐ പിയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഐ കിട്ടുന്നു. ആ ഇക്വേഷനിൽ നിന്ന് സിയുടെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യണം. എങ്ങനെ? നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് സിയുടെ വാല്യൂ ഡിറൈവ് ചെയ്യണം. ആൻഡ് ആ സിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.